ആധ്യാത്മിക ശിഷ്യത്വത്തിൻ്റെ കുറുക്കുവഴി അവൾ കണ്ടെത്തിയത് തൻ്റെ കർമ്മലമുടെ ജീവിതത്തിലാണ്. കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മിക ജീവിതത്തെപ്പറ്റി ചേച്ചി സെലിൻ്റെ വാക്കുകളിൽ, ദൈവവുമായി ഐക്യം പ്രാപിക്കുന്നതിന് വേണ്ടി കൊച്ചുത്രേസ്യ യാത്ര ചെയ്തിരുന്ന ഒരു പ്രത്യേക ബന്ധാവിനെ പറ്റി സൂചിപ്പിക്കുമ്പോഴെല്ലാം കുറുക്കുവഴി എന്ന പദമാണ് അവൾ ഉപയോഗിച്ചിരുന്നത്. അത് അവളുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെയും പുണ്യചരിത്രത്തിൻ്റെയും പ്രത്യേക ചിഹ്നമെന്ന് നമുക്ക് സംബോധന ചെയ്യാം. വിശുദ്ധിയിലേക്കുള്ളത് ഈ കുറുക്കുവഴിയാണ് മരണശേഷം അനേകായിരങ്ങളെ അവളിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി തീർന്നത്. വാത്തിക്കൻ്റെ പാദങ്ങൾക്കിടയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു കൊച്ചു മണൽത്തരി പോലെ സർവ്വരാലും വിസ്മരിക്കപ്പെടുവാനും യേശുവിൻ്റെ മുമ്പിൽ ആരാലും ശുദ്ധീകരിക്കപ്പെടാനും ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാൽ സ്പർശിക്കുമ്പോൾ കുളിർമ നൽകുന്ന മഞ്ഞു ആകുവാനും അവൾ ആഗ്രഹിച്ചു. അവളുടെ വഴി ദൈവാശ്രയവും സ്നേഹവും കൊണ്ട് നിറഞ്ഞതാണ്. വളരെ ചെറുമയുടെ വഴി ആയതിനാൽ അവളുടെ ആധ്യാത്മികത എല്ലാവർക്കും അനുവർത്തിക്കാവുന്നതാണ്. തിരുസഭയുടെ വീക്ഷണത്തിൽ ഈ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മിക ശിഷ്യത്വത്തിൻ്റെ വിശുദ്ധിയാണ് 12ാം പീസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതുപോലെ ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് ഒരു പ്രത്യേക ദൗത്യമുണ്ട്, പ്രബോധനമുണ്ട്. കർമ്മലീത്തക്കാരിയായ ഈ വിശുദ്ധിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെപ്പോലെ തന്നെ അവളുടെ പ്രബോധനത്തിലും എളിയതും ലളിതവുമാണ്. ആധ്യാത്മിക ശിശുത്വമെന്ന ഒറ്റവാക്കിൽ അല്ലെങ്കിൽ അതിന് തുല്യമായ കുറുക്കുവഴി എന്നതിൽ അതിനെ സംഗ്രഹിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.